ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി കോർണർ. നമ്മളിന്ന് ഹൽക്കിൻ്റെ കേക്കും ഒരു ഫൗണ്ടൻ വർക്കുള്ളൊരു കേക്കാണ്. ഈ ഹൽക്കിൻ്റെ കേക്ക് ഓർഡർ വന്നപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ കേൾക്കുന്നത് ഹൽക്ക് എന്നുള്ളൊരു കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടെന്ന്. അങ്ങനെ ഫസ്റ്റ് ഞാൻ കേട്ടപ്പോൾ വിചാരിച്ചു ഈ തൊണ്ടേന്ന് തെജീവിതത്തിലൊക്കെ മദ്രസയിൽ പഠിക്കുന്ന ടൈമിലുണ്ടായിരുന്ന തെജീവിതത്തിലൊക്കെ തൊണ്ടേന്ന് വരുന്ന അക്ഷരങ്ങൾ ഹൽക്കിൻ്റെ അക്ഷരങ്ങളൊക്കെ എന്താണെന്ന് വിചാരിച്ചു. പിന്നെയാണ് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് ഹൽക്ക് എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ക്യാരക്ടറാണെന്ന്. അങ്ങനെ അതും പിന്നെ ഒരു ആങ്ങളക്കും പെങ്ങൾക്കും ഉള്ള കേക്കാണ്. ഒരാൾ തന്നെ തന്നതായിരുന്നു. അങ്ങനെ തന്നെ അതെങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഒന്ന് ബട്ടർ സ്കോച്ചും ഒന്ന് ചോക്ലേറ്റ് ട്രഫിളായിരുന്നു. ഫസ്റ്റ് ചെയ്യുന്നത് ബട്ടർ സ്കോച്ചാണ്. അത് വനില സ്പഞ്ച് വെച്ച് വെറ്റ് ചെയ്തു. പിന്നെ കാരമൽ സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ക്രീം ഇട്ടു. ഇതിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് കാരമൽ സോസും പിന്നെ പ്രളയനുമാണ്. അങ്ങനെ ഓരോ ലെയറും വെച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 5 ലെയർ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. വനില കേക്ക് ആകുമ്പോൾ ഒന്നും കൂടി ഹൈറ്റ് കിട്ടുമല്ലോ. 1 kg തന്നെയാണ്. 7 ഇഞ്ചിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ ലെയർ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ക്രം കോട്ട് ചെയ്തു. ക്രം കോട്ട് ലാസ്റ്റ് ലെയറിലുള്ളതാണ്. ലാസ്റ്റ് ലെയർ വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അടുത്തത് ചോക്ലേറ്റ് ട്രഫിളാണ്. ഒരു ലെയർ വെച്ചു. സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തു. ഇനി ഗണാഷ് സ്പഞ്ചിലും ചേർക്കുന്നുണ്ട്, ലെയറിലും ചേർക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് സ്പഞ്ച് വനില സ്പഞ്ചിൻ്റെ ഒക്കെ റെസിപ്പി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടിട്ടില്ല. ഫില്ലിങ്ങിൽ ഞാൻ ചോക്കോ ചിപ്പും ഗനാഷാണ് ഞാൻ കൊടുക്കുന്നത്. ലാസ്റ്റ് ലെയർ വെച്ച് ക്രം കോട്ട് ചെയ്തു. ഇനി ബട്ടർ സ്കോച്ച് കേക്ക് പുറത്തെടുത്തിരുന്നത് അത് പിങ്ക് കളറാണ് വേണ്ടത്. തീം കേക്ക് ആയിരുന്നു. പിങ്ക് കളറിലാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. ആണ് ലാസ്റ്റ് ഫൈനൽ ഡിസൈൻ വരുന്നതാണ്. കുറച്ച് കോണ്ടന്റ് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹർബറിച്ചിട്ട് ചെയ്തതായിരുന്നു. ഇന്നലെ വന്നതായിരുന്നു. ഇന്നൊക്കെ ഓർഡർ ഇന്ന് ഈവനിങ്ങിനെ കിട്ടണമെന്ന് പറഞ്ഞു. കോണ്ടന്റ് ഒന്നും അധികം ട്രൈ ആയിട്ടൊന്നുമില്ല. പെട്ടെന്ന് അങ്ങനെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇതാണ് ഹൽക്കിൻ്റെ കേക്ക്. ഇത് ഗ്രീൻ കളർ വെച്ചിട്ട് ഫൈനലൈസിങ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പുറത്തൊരു
കോഫി കളറായിരുന്നു. അത് എൻ്റെ അടുത്ത് ബ്രൗൺ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബ്രൗണും കോഫിയൊക്കെ കൂടി വെച്ച് ബ്രൗണും വേറെ ഏതൊക്കെ കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ആ ഒരു ലെയർ അങ്ങനെ കളർ കിട്ടിയത്. താങ്ക് യു ഫോർ വാച്ചിങ്.